ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. അമ്മയുടെ കേശാദിപാദ സ്ഥൂലരൂപ വർണ്ണനയിൽ 35 മുതൽ 38 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ലക്ഷരോമലതാധാരതാ സമുന്നേയമധ്യമാ തുടങ്ങി രത്നകിങ്കിണികാരമ്യരശനാദാമഭൂഷിത വരെയുള്ള നാമമന്ത്രങ്ങൾ. ഇനി 39 മുതൽ 43 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. കാമേശജ്ഞാതസൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപപരിക്ഷിപ്തസ്മരതൂണാഭജംഘിക ഗൂഢഗുൽഫ കൂർമ്മപൃഷ്ഠജൈഷ്ണുപ്രഭദാന്വിത. അപ്പോൾ 39ാമത്തെ നാമമന്ത്രം നമുക്കൊന്ന് പദം പിരിച്ച് റിവേഴ്സിൽ ചൊല്ലി നോക്കാം. അന്വിത ഊരുദ്വയാന്വിത മാർദ്ദവോരുദ്വയാന്വിത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത കാമേശജ്ഞാതസൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാമേശജ്ഞാതം, ഈ വാക്കിൻ്റെ അർത്ഥം കാമേശന് മാത്രം, അല്ലെങ്കിൽ ശ്രീ പരമേശ്വരന് മാത്രം ജ്ഞാതമായ, അറിയുന്ന എന്നാണ്. പക്ഷേ നമ്മൾ ചൊല്ലുമ്പോൾ പുറത്തേക്ക് കേൾക്കുന്നത് കാമേശജ്ഞാതം. അപ്പോൾ കാമേശജ്ഞാതം ചൊല്ലിപ്പോകുമ്പോൾ ശരിയാണ്, പക്ഷെ പുറത്തേക്ക് കേൾക്കുന്നത് കാമേശ അജ്ഞാതം എന്നാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായി, അല്ലെങ്കിൽ അങ്ങനെ ചൊല്ലുമ്പോൾ അർത്ഥം പൂർണ്ണമായും തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം ഒഴിവാക്കാനായി ഞാൻ ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാമേശ എന്നത് നീട്ടിയാൽ അജ്ഞാതം എന്നുള്ളത് കറക്റ്റായിട്ട് വരും. അപ്പോൾ കാമേശജ്ഞാതം അങ്ങനെ വരണം. അങ്ങനെ ചൊല്ലിയാൽ അത് ചൊല്ലുന്ന നമുക്കൊരു സംതൃപ്തി, കേൾക്കുന്ന അമ്മയ്ക്കും ഒരു സംതൃപ്തി, പിന്നെ ഇത് രചിച്ച വശിന്യാദി വാഗ്ദേവതമാരുടെ അനുഗ്രഹവും എന്തായാലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. പിന്നെ സൗഭാഗ്യം, ഭായാണ് അവിടെ, അത് ശ്രദ്ധിക്കണം, ഘോഷശബ്ദമാണ്. പിന്നെ മാർദ്ദവ, 2 ദകാരം വന്നിട്ടുണ്ട്. അപ്പം മാർദ്ദം എന്നുള്ളത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണം. പിന്നെ മാർദ്ദവോരുദ്വയൻ, ആ വോന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഊരുദ്വയം എന്ന് ശരിക്കും വരും. മാർദ്ദവോരുദ്വയാന്വിത, ദ പ്ലസ് വായാണ്. അപ്പം ദ്വയ അന്വിത, ന പ്ലസ് വ, അന്വിത എന്ന് നീട്ടേണ്ടതാണ്. ഈ മന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ടതാണ്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം, കാമേശജ്ഞാതം, അതായത് കാമേശ്വരന് മാത്രം, കാമദേവൻ്റെ ഈശ്വരൻ, അതായത് കാമേശന് മാത്രം ജ്ഞാതമായ, അറിയുന്ന സൗഭാഗ്യം, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യം എന്നാണ്. അല്ലെങ്കിൽ കാമേശ്വരന് മാത്രം കിട്ടിയൊരു സൗഭാഗ്യമായിട്ടും അങ്ങനെയും അർത്ഥം എടുക്കാം. പിന്നെ മാർദ്ദവം, അത്ര അധികം മാർദ്ദവമുള്ള ഊരുദ്വയങ്ങൾ, തുടകൾ, ആ തുടകളോടുകൂടി അന്വിതയായവൾ. ഇവിടെ അമ്മയുടെ പാതിവ്രത്യത്തെക്കുറിച്ചിട്ടാണ് വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീ പരമേശ്വരന് മാത്രം ജ്ഞാതമായ അതിസുന്ദരമായ മാർദ്ദവമേറിയ ഊരുദ്വയങ്ങളോട് കൂടിയ ആ അമ്മയ്ക്ക് നമസ്കാരം. ഇനി 40ാമത്തെ നാമമന്ത്രം. വിരാജിത ജാനുദ്വയ വിരാജിത ആകാരജാനുദ്വയ വിരാജിത മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിത. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മിക്കാളുകളും ചൊല്ലാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത്, മാണിക്യമകുടാകാര, ആ മാണിക്യമകുടാകാരം എന്ന് ചൊല്ലിപ്പോകാറുണ്ട്. പക്ഷെ ഇവിടെ ആകാരമാണ്.
ആ ആ എന്നുള്ളത് നീട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആകാരം എന്ന് കിട്ടും. അപ്പോൾ മാണിക്യമകുട ആകാരം എന്ന് തന്നെ വരണം. ജാന് ദ്വയം ദ പ്ലസ് വ ജാന് ദ്വ എന്നുള്ളത് കേൾക്കണം. പിന്നെ വിരാജിത തായാണ് ദായല്ല, വിരാജിത എന്ന് നീട്ടേണ്ടതാണ്. ഈ മന്ത്രവും ഒരുമിച്ച് ചൊല്ലേണ്ടതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് അമ്മയുടെ മുട്ടിൻ്റെ ആ ഭാഗത്തെ കുറിച്ചിട്ടാണ്. മാണിക്യമകുടം. മകുടം എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുരുഷ ദേവതാ ചൈതന്യങ്ങൾ ധരിക്കുന്ന കിരീടത്തിന് പറയുന്ന പേര് മകുടമെന്നും സ്ത്രീ ദേവതാ ചൈതന്യങ്ങൾ ധരിക്കുന്ന കിരീടത്തിന് പറയുന്ന പേര് കോട്ടീരമെന്നും. അപ്പോൾ അമ്മ സിന്ദൂരവർണ്ണയാണെന്ന് നമ്മൾ മുൻപ് കണ്ടു. അപ്പോൾ മാണിക്യം സിന്ദൂരത്തിൻ്റെ വർണ്ണമാണ്, അതിൻ്റെ നിറം അങ്ങനെയാണ്. ആ മാണിക്യം കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം പോലെയാണ് അമ്മയുടെ രണ്ട് ആകാരം. എന്നാൽ ആ കിരീടത്തിനെ പോലെയുള്ള ജാനുദ്വയങ്ങൾ, ആ മുട്ടുകൾ, ആ മുട്ടുകളോട് കൂടിയ അമ്മയ്ക്ക്, അങ്ങനെ വിരാജിക്കുന്ന ആ അമ്മയ്ക്ക് നമസ്കാരം. അതാണ് ഇവിടെ ഒരു സ്ഥൂലാർത്ഥം. ഇനി 41-ാമത്തത് ജംഘിക സ്മരതൂണാഭജംഘിക പരിക്ഷിപ്ത സ്മരതൂണാഭജംഘിക ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഘിക. അപ്പോൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ദ്രഗോപം, അത് കുഴപ്പമില്ല. പിന്നെ പരിക്ഷിപ്തം, ആ പ് ത എന്നുള്ളതെന്ന് ഞാൻ ചൊല്ലിയതുപോലെ ചൊല്ലാൻ ശ്രമിക്കുക. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പരിക്ഷിപ്തം എന്നാണ് ചൊല്ലിപ്പോകാറുള്ളത്. പക്ഷേ ഇത് സംസ്കൃതമായതിനാലും മന്ത്രങ്ങളായതിനാലും പരിക്ഷിപ്തം എന്ന് ചൊല്ലിയാൽ വളരെ നന്നായി. പിന്നെ സ്മരതൂണാഭ, ആഭ എന്നുള്ളത് ശരിക്കും കേൾക്കണം. പിന്നെ ജംഘിക, ജംഘിക എന്ന് നീട്ടേണ്ടതാണ്. ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ്. അപ്പോൾ ഇന്ദ്രഗോപം, ഇന്ദ്രഗോപം എന്നാൽ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലൊക്കെ മഴക്കാലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു എട്ടുകാലി വർഗത്തിൽ പെടുന്ന, എന്താണ് അതിനെ പറയുന്നത്, ഒരു വെൽവെറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരം പോലെയാണ്. വെൽവെറ്റ് കൊണ്ടുണ്ടാക്കിയതുപോലെയാണ് അതിൻ്റെ ശരീരം, ആ ജീവിയുടെ, ആ പ്രാണിയുടെ. ശരിക്കും അതിന് റെഡ് വെൽവെറ്റ് മൈറ്റ് എന്നാണ് പറയുന്നത്. ബീർബഹൂട്ടി, ഇന്ദ്രവധു, ഇന്ദ്രഗോപം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രഗോപങ്ങൾ, അത് പരിക്ഷിപ്തം, അതായത് പതിപ്പിച്ചിട്ടുള്ള, അതിൻ്റെ ആ നിറത്തോടു കൂടിയ, അതിൻ്റെ മാർദ്ദവത്തോടു കൂടിയ സ്മരതൂണം അല്ലെങ്കിൽ സ്മരതൂണി എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ അസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ആവനാഴിക്ക് പറയുന്ന പേര് സ്മരതൂണം. ആ സ്മരൻ എന്നാൽ കാമദേവൻ എന്നാണല്ലോ. അപ്പോൾ ആ ആവനാഴിയുടെ പോലെയുള്ള അമ്മയുടെ മുട്ടിന് താഴോട്ടുള്ള ഭാഗം, മുഴങ്കാലുകൾ, അതിനാണ് ജംഘിക. അങ്ങനെയുള്ള ജംഘികളോടുകൂടി വിരാജിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. പിന്നെ 42-ാമത്തത് ഗൂഢഗുൽഫ. ഈ മന്ത്രം നീട്ടേണ്ടതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഗൂഢം, ആ വെറും ഡ അല്ല, അത് ഡ പ്ലസ് ഹായാണ്. ഗൂഢം, ഗൂഢ, അത് സ്ട്രെസ് ചെയ്ത് പറയണം, തൊണ്ട കൊണ്ട് ഉച്ചരിക്കേണ്ട ശബ്ദമാണ്. പിന്നെ ഗുൽഫ, ഫ അല്ല ഫായാണ്, ഗുൽഫ എന്ന് നീട്ടേണ്ടതാണ്. ഇപ്പോൾ ഗൂഢഗുൽഫം എന്നാൽ അമ്മയുടെ ഞെരിയാണി അല്ലെങ്കിൽ നെരിയാണി, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇപ്പോൾ പുറത്ത് കാണാതെ മാംസളതയോടുകൂടിയ അമ്മയുടെ ആ ഞെരിയാണി, ഗൂഢമായത്, ആ ഗുൽഫം ഞെരിയാണി, അത് സൗന്ദര്യത്തിൻ്റെ, അതീവ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഇവിടെ വശന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ കവികൾ വർണ്ണിക്കുന്നത് ഇങ്ങനെയുള്ള ഗൂഢഗുൽഫമുള്ള ഈ സ്ത്രീകൾക്ക് ദീർഘസുമംഗലി ഭാഗ്യമാണ്. അപ്പോൾ അമ്മ എല്ലായ്പ്പോഴും ദീർഘസുമംഗലിയാണ്. അതല്ലാതെ മെലിഞ്ഞ കാലും അതുപോലെ തന്നെ
ഞെരിയാണി തെളിഞ്ഞു നിൽക്കുന്ന പാദങ്ങളുമുള്ള സ്ത്രീകൾക്ക് അത് വൈരൂപ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കവികൾ വർണ്ണിക്കുന്നത്. പിന്നെ 43-ാമത്തെ നാമമന്ത്രം അന്വിത പ്രപദാന്വിത ജൈഷ്ണുപ്രപദാന്വിത കൂർമ്മപൃഷ്ഠ ജൈഷ്ണുപ്രപദാന്വിത. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂർമ്മ, ആ 2 മായാണ് അവിടെ ഉള്ളത്, വെറും മായല്ല, 2 മാ. കൂർമ്മ പൃഷ്ഠം ഠ, അത് ശ്രദ്ധിക്കണം. ജൈഷ്ണു പ്രപദാന്വിത ന പ്ലസ് വ അന്വിത എന്ന് നീട്ടേണ്ടതാണ്, ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ്. അപ്പോൾ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അമ്മയുടെ ഞെരിയാണിയെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു, ഗൂഢഗുൽഫ എന്ന്. ഇനി അമ്മയുടെ പാദത്തിൻ്റെ മുകൾ വശം, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൂർമ്മപൃഷ്ഠം, ആമയുടെ മുതുകു പോലെയുള്ള, അതിനെ ജയിക്കുന്ന, അതിനേക്കാളും വളവുള്ള പ്രപദങ്ങൾ, പാദത്തിൻ്റെ മുകൾ വശം. അപ്പോൾ അങ്ങനെയുള്ള പാദങ്ങൾ അതിമനോഹരങ്ങളാണ് എന്നാണ് കവികൾ വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വശിന്യാദി വാഗ്ദേവതമാരും വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള പ്രപദങ്ങളോടുകൂടി അന്വിതയായവൾ, കൂടിച്ചേർന്നവൾ, ആ അമ്മയ്ക്ക് നമസ്കാരം. അപ്പോൾ 39 മുതൽ 43 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവരെയും ശ്രീ മഹാദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീമാത്രേ നമഃ.